തിരൂർ ദൌത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈശ്വർ മാൽപ്പയാണ് ന്യൂസ് എയ്റ്റിനൊപ്പം ചേരുന്നത്. എന്തായാലും ഇന്നലെ ഈശ്വർ മാൽപ്പ നടത്തിയ പ്രയത്നം അത് വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും ഈശ്വർ മാൽപ്പ രംഗത്തിറങ്ങുന്നുണ്ട്. ഏതായാലും ഈശ്വർ മാൽപ്പയോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്? മാൽപ്പ ഇന്നലെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്ന് എന്താണ്, ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത്? നമസ്കാരം, എല്ലാ കേൾക്കാർക്ക് നമസ്കാരം. ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ വെള്ളത്തിലെ പോയിട്ട് ഒരു 10 മണിക്ക് ഇറങ്ങി. 10 മണിക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു നേരത്തെ ഒരു തടി കഷ്ണം കിട്ടി. അത് അക്കേഷിന്റെ ഭാഗം നമുക്ക് കണ്ട്. അതിപ്പോൾ നമ്മ മൂന്നാപ്പിലെ വണ്ടി ബെഞ്ച് വണ്ടിന്റെ ഒരു തടി ഇപ്പോൾ ഒത്തിരി അവിടെ ഇருக்கு. ഇപ്പം ഞങ്ങൾ അതിന് അന്വേഷിക്കും മുന്നാടി നമ്മളവിടെ അർജുന്റെ ബോഡി, ജഗന്നാഥിന്റെ ബോഡി, പിന്നെ ലൊക്കേഷന്റെ ബോഡി ഞങ്ങൾ തിരച്ചിൽ കൊണ്ട് പോകുന്ന സമയത്തിൽ നമുക്ക് വണ്ടി കിട്ടി. ഒരു വണ്ടി കിട്ടി, പിന്നെ അടുത്ത 2 വണ്ടി കിട്ടി. ഇപ്പോൾ അവിടെ എത്ര വണ്ടിനെ നമുക്കറിയത്തില്ല. ഇപ്പോൾ നാമിപ്പോൾ കാലിലെ പോയിട്ട് ഇപ്പോൾ ആ വെള്ളത്തിലെ തിരക്കുന്ന സമയത്തിൽ വെള്ളത്തിലെ നേരത്തെ ഞങ്ങൾ അർജുൻ്റെ സിലിട്ടൻ നോക്കാൻ പോകും. അർജുന് പിന്നെ അവർ 3 ആളുടെ ഇപ്പോൾ 60 ദിവസം ഏത് ആളുടെ മാംസഖണ്ഡങ്ങൾ ഒന്നും ഇരിക്കത്തില്ല. മൊത്തം അവിടെ ഇരിക്കുന്ന അവരുടെ സിലിട്ടൻ. അതിപ്പോൾ ഞങ്ങൾ തിരക്കണം പോകും. ഇപ്പോൾ ഈ പുഴയുടെ അടിയിലൊരു അവസ്ഥ, ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണല്ലോ, എന്താണ് പുഴയുടെ അടിയിലൊരു അവസ്ഥ? അതിൽ അടിഭാഗത്തിലെ ഒരുപാട് കല്ല് മണ്ണ് ഞാൻ சொல்லிട്ടുണ്ട്. ആ പാറക്കല്ല് പൊട്ടിപ്പോയിട്ടുണ്ട് ഒത്തിരി. ആ കല്ല് ഒത്തിരി ഉണ്ട്. അതിന് അടിയിൽ നോക്കണ കൈ ഇട്ടിട്ടേ നോക്കണം എന്നങ്ങൾ. പിന്നെ കൊഞ്ചം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം അതല്ലാതെ ഇപ്പം നമ്മ ഡ്രഡ്ജർക്കാരൻ്റെ 3 ഡയ്യർ വന്നിട്ടുണ്ട്. അത് വേറെ അവർ നോക്കൂ. നമ്മൾ മെനിഞ്ഞാൽ കയർ കെട്ടിയിട്ടുണ്ടല്ലേ, ആ ലൊക്കേഷൻ ഇപ്പോൾ അതിലെ പൊക്കും. ഇപ്പം അതിലെ വണ്ടി ഉണ്ട് നോക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാൽപ്പ പറഞ്ഞതാണ് 3 അമ്മമാരും, അതായത് കുടുംബങ്ങളോടും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് മാൽപ്പയുടെ ലക്ഷ്യം. 10 ദിവസം ഇവിടെ ഉണ്ടാകും. അത് തന്നെയല്ലേ നിലപാട്? கண்டிப்பா. இப்போ அவ்வளோ மண் மாட்டான் மினிமம் ஒரு 10 நாள் கண்டிப்பாகும். ആ 10 നാൾ മണ്ണ് എടുത്ത പിന്നെ അടിഭാഗത്തിൽ ഞങ്ങൾ പിന്നെ സ്കൂബഡേ ആക്കി നോക്കാം. എന്താ പറഞ്ഞ എത് ഭാഗത്തിലെ ഒരു പീസ് അർജുൻ്റെ പിന്നെ അവർ 3 ആളുടെ ദേഹത്ത് ഒരു പീസ് പറഞ്ഞാൽ സെലിട്ടൻ തേടിക്കൊണ്ട് പോകും. ആ സമയത്തിൽ എന്ത് കിട്ടിയെങ്കിൽ ഞങ്ങൾ കണ്ടിപ്പായും മേലാക്കും. കുടുംബം പറയുന്നത് ഈ ഡ്രഡ്ജർ ഇത്രയും തുക കൊടുത്ത് കൊണ്ടുവന്നാണ്, അത് പ്രവർത്തിപ്പിക്കണം. അതോടൊപ്പം മാൽപ്പയ്ക്ക് കൂടുതൽ സൗകര്യം നൽകി മാൽപ്പ ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തണം. അങ്ങനെ വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കൂ. കണ്ടിപ്പാ നമുക്ക് ഇവിടെ തിരച്ചു നമ്മൾ സൗകര്യം പറഞ്ഞാൽ ഒന്നും ഇപ്പോൾ ഐബിൽ റൂം കൊടുത്തിട്ടുണ്ട്. സാപ്പാടെല്ലാം അവർ സർക്കാർ ആക്കും. നമ്മൾ ഇപ്പോൾ എന്നോട് ഇവിടെ പോയിട്ട് 500 രൂപ ചാപ്പാടായി ആർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ നമ്മൾ പൈസ കൊടുക്കും. പിന്നെ ഇത് ചാപ്പാടുക്ക് മധ്യാഹ്നം ഇതെല്ലാം സർക്കാർ നോക്കണം. അതിനൊരു ഒന്നുമില്ല. അതിൽ ഞങ്ങളിപ്പോൾ നമ്മളെ പൈസ കൊടുത്ത് ഈ ആൾക്ക് ഇത്ര നോക്കണം. ഇപ്പോൾ ടീമുണ്ട്, ടീം വർക്കിലെ പൈസ ഉണ്ട്. ഓരോ ചിലവിനൊക്കെ ഇവിടെ വന്ന് 1 ലക്ഷം കണക്കായി 2 ചിലവ് 2 പൈസ ആക്കി നമ്മളെ ടീം ഞാൻ കൊണ്ടുവരും. അവരുടെ വേലയെല്ലാം ഫ്രീ ആയിട്ട് വരും. അവർ വേല പോകില്ല, അത് വിട്ടിട്ട് ഇവിടെ വരും. ആ സമയത്ത് അവർക്ക് ആ വേലൻ്റെ പൈസ ഇല്ല, അവർ ഫ്രീ ആയിട്ട് ഇവിടെ വരില്ല. ഇവിടെയുള്ള ചിലവെല്ലാം ഞങ്ങൾ നോക്കും. അതേ പിന്നെ ഇവിടെ ഇപ്പോൾ കീഴെ പോയ സമയത്തിൽ ഇപ്പോൾ വെള്ളത്തിൽ ഇപ്പോൾ പോയി ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് മുങ്ങിയ വൈകുന്നേരം മേലെ വരും. അതല്ലാതെ ഇപ്പോൾ ഡ്രഡ്ജറിൻ്റെ 3 ഡയ്യർ വന്നിട്ടുണ്ട്, ഗോവയിലെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ എന്നാ ആക്കുന്ന ആറ് സൈഡ് ആക്കുന്നത്. ഞങ്ങളിപ്പോൾ തിരക്കുന്ന അർജുൻ്റെ ദേഹ വണ്ടി നോക്കണം. വണ്ടി എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഞങ്ങൾ അതിലുള്ളിൽ ഇറക്കും. പിന്നെ അടുത്ത ആ വണ്ടിൻ്റെ സൈഡിലെ എന്തെങ്കിൽ അടിഭാഗം മരത്തടിയിലെ ഇപ്പം എല്ലാം ക്ലീൻ ഉണ്ട്. അർജുൻ്റെ ദേഹ, ജഗന്നാഥ്, ലോകേഷ്, ആ 3 ആളുടെ ദേഹന്റെ ഒരു സെലിട്ടൻ ഉണ്ട്. തേടിക്കൊണ്ട് ഞാൻ പോകും. അതായത് മാൽപ്പ പറയുന്നത് വാഹനത്തിന്റെ അകത്തു നിന്നും തെറിച്ച് പുറത്തേക്ക് പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദേഹം കണ്ടെത്തുക, അതാണ് ലക്ഷ്യം അല്ലെ? കണ്ടിപ്പാ അർജുന്റെ വണ്ടി കിട്ടിയ കണ്ടിപ്പാ അതിൽ ഉള്ളിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിളവ് വണ്ടിയെല്ലാം പൊട്ടി പോയിട്ടുണ്ട്. ഇപ്പം ഈ വണ്ടി എന്നാലും അവസാനം നാം പറയാനാവില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കണ്ടിപ്പോൾ 2 ഭാഗമെല്ലാം പൊട്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ്റെ വണ്ടി കീഴെ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. കീഴെ ഉണ്ട് കയറുണ്ട്. ആ കയറിൽ അടിഭാഗത്തിൽ വണ്ടി ഉണ്ടെങ്കിൽ കണ്ടിപ്പാ അർജുന് അതിലുള്ളിരിക്കും. ഇന്നലെ 2 വാഹനങ്ങൾ ഇതിന്റെ ഭാഗങ്ങൾ എടുത്തല്ലോ, എന്തെങ്കിലും സ്ഫോടനം നടത്തായി മാൽപ്പയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതിപ്പോൾ എനിക്കിപ്പോൾ പറയാനാവില്ല. ഞാൻ ഇപ്പോൾ കീഴെ പോയപ്പോൾ അതേമാതിരി ഒരുപാട് ഒത്തിരി ഡീപ്പായിട്ടുണ്ട്. 30 അടി ഡീപ്പുണ്ട് അവിടെ. നേരത്തെ അതെല്ലാം പോലെ ഒരു 20 അടി, ഇപ്പോൾ 30 അടി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ചിന്ന ഒരു സ്പോട്ട് ആയിട്ടെങ്കിലും സ്പോട്ട് ആവും, അതറിയൂ. ഞാനിപ്പോൾ അത് എനിക്ക് പറയാനാവില്ല. അത് ML പിന്നെ SP പിന്നെ DC മേഡം അവർ പറയുന്നു. ഇപ്പം എനിക്കൊരു സംശയം പറഞ്ഞ ബോഡിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ പറയാനാവില്ല. അതിപ്പോൾ എന്തെങ്കിലും അതിന് ബദലി ഉത്തര അവർ ചൊല്ലും. എന്തായാലും മാൽപ്പ പറയുന്നത് അതിൽ അടിയിൽ അടിവശത്ത് ഒരുപാട് വാഹനങ്ങളുടെ ഭാഗം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയല്ലേ? കണ്ടിപ്പാ എന്ന് പറഞ്ഞാൽ ഒരു അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ, അതെല്ലാം മേലെ പോയി, മേൽഭാഗത്തെ വാഹനം കീഴെ പോയി, അങ്ങനെ ആയിട്ടുണ്ട് അവിടെ. അത് കാണാൻ അങ്ങനെ ഉണ്ട്. ഇത് അടിഭാഗത്തുള്ള മണ്ണുണ്ടല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്പോട്ടാകുന്ന അങ്ങനെ
ഫസ്റ്റിലെ അടിഭാഗത്തിൽ മണ്ണ് മേലെ പോകും. അപ്പോൾ ഇതെല്ലാം അടിയിലെ പോയി. ആ മതിലുണ്ട്. അപ്പോൾ ആ മണ്ണെടുത്ത മട്ട് കിട്ടും. ഡ്രഡ്ജർ 3 ദിവസത്തേക്കാണ് പറഞ്ഞത്, ഒരു ദിവസം കഴിഞ്ഞു. മാൽപ്പേ 10 ദിവസം ഉണ്ടാകും. കണ്ടിപ്പായത് അവിടെ മണ്ണ് മാറ്റണം ഒരു മാസം. അപ്പുറത്തുള്ള മണ്ണുണ്ടുള്ള മാറ്റം ഒരു മാസം മേലാവും. ഈ സൈഡ് മാറ്റം 10 നാളാണ് വേലയാക്കുന്നത്. എന്താ പറഞ്ഞാൽ 1 കോടി രൂപ എടുത്തിട്ടുണ്ട്. 1 കോടിൻ്റെ അങ്ങനെ വേലയാക്കണം അവിടെ. ദിവസം ഇപ്പം ഇല്ല ഒരു ലോഡാക്കി ഡെയിലി 4 ലോഡ് മണ്ണെടുക്കണം അവർ. അപ്പം അവിടെ മണ്ണ് കാലാവും. അപ്പോൾ മണ്ണ് കാലായി അപ്പോൾ ക്ലിയർ ആയിട്ട് കാണും. അവർ 1 കോടിൻ്റെ വേലയാക്കി അത് നല്ലത്. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നമ്മളിപ്പോൾ സർക്കാരായിട്ട് ആരും നമുക്ക് ഒരു പൈസ കൊടുത്തില്ല. ഞാൻ പൈസ കേട്ട് വന്നതല്ല, നമ്മൾ കർത്തവ്യം ചെയ്ത് നമ്മൾ വേല ചെയ്ത് ആ വേല കർത്തവ്യമായിട്ട് ഞങ്ങളിപ്പോൾ നമ്മളിവിടെ വന്നു. മാൽപ്പേ ഇപ്പോൾ സർക്കാരോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ സ്വതന്ത്രമായ ഒരു അനുമതി. കണ്ടിപ്പായി ഇപ്പം നമ്മൾ അവിടെ പോയ കാല പോയിട്ട് നിങ്ങൾ ഇറങ്ങണമെന്ന് ആറ് പറയായിരുന്നു. മെനഞ്ഞ് ഇന്നലെ നോക്കി നിങ്ങൾ 10 മണി വരെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. 10 മണി പോയിട്ട് കീഴെ പോയിട്ട് 2 വണ്ടി എടുത്തോണ്ട് വന്നു. പിന്നെ ഒരു തടി കഷ്ണം കൊണ്ട് വന്നു. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ നോക്കിയാൽ ഒറ്റയ്ക്ക് ഡ്രൈവർ എന്നാക്കി. പിന്നെ അവർ അത്ര ഒരു ഡ്രഡ്ജർ എന്നാ നിങ്ങൾ അടയാളം എടുത്തെങ്കിലും പറവില്ല. അവർ എടുക്കട്ടെ. അത് നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് അർജുൻ്റെ ഒരു വണ്ടി കിട്ടിയാൽ മതി. പിന്നെ അവരുടെ അവശേഷം കിട്ടിയാൽ മതി. അതാണ് പണം അല്ലെങ്കിൽ അത്തരത്തിൽ മോഹിച്ചല്ല താൻ ഇവിടെ എത്തിയത്. കുടുംബത്തിന് നൽകിയ ഉറപ്പ്, അവസാനമായി അവരെ കണ്ടെത്തുമെന്ന ഉറപ്പ്, അത് താൻ 10 ദിവസമായാലും ശരി അതുമായി മുന്നോട്ട് പോകും. തനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്വതന്ത്രമായ അനുമതി നൽകണം എന്ന ആവശ്യം മാത്രമാണ് മാൽപ്പേ മുന്നോട്ട് വെക്കുന്നത്. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 ശിരൂർ. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, അവിടെ ഒരു സ്ഫോടനം നടന്നു എന്ന ഒരു സംശയം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. രഞ്ജിത്ത് ഇസ്രായേൽ പോലെ അവിടെ എത്തിയ ആദ്യഘട്ട രക്ഷാപ്രവർത്തകരൊക്കെ ചില സംശയം പങ്കുവച്ചിരുന്നു. അങ്ങനെ ആ സംശയം കൂടുതൽ ബലപ്പെടണം എന്ന് വേണോ നമുക്ക് കരുതാൻ? കാരണം ഈ ലോറി അതേ രൂപത്തിൽ തന്നെ ഒരുപക്ഷെ വെള്ളത്തിലേക്ക് പോയിരിക്കില്ല, മറിച്ച് അത് കഷ്ണങ്ങളായി സ്ഫോടനത്തിൽ തകർന്ന് പീസുകളായി മാറിപ്പോയിരിക്കാം. അത്തരമൊരു സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഈ മേഖലയിലുള്ള രക്ഷാപ്രവർത്തകർ, ഈ ദൗത്യ പ്രവർത്തകരൊക്കെ അത് ശക്തമായി ഉന്നയിക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായും അത്തരമൊരു സൂചനകളിലേക്കാണ് ഇന്നലെ ലഭിച്ച വാഹനത്തിന്റെ ആ ഭാഗങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത് തന്നെയാണ് ഈശ്വർ മൽപ്പയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു സംശയം ഉയർന്നിരുന്നു, ഒരു സ്ഫോടനം നടന്നതായി. അത് ഏതായാലും ജില്ലാ ഭരണകൂടമാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം നൽകേണ്ടത്. പക്ഷേ അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ അർജുന്റെ വാഹനം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മീറ്ററുകൾക്ക് അപ്പുറമാണ് ആ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കാതെ അതിലൊരു വ്യക്തത ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് ആ ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാകാം അത്രത്തോളം വലിയ കേടുപാടുകളാണ് അതിന് വന്നിട്ടുള്ളത്. ടയർ ഉൾപ്പെടെ വേർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണ് ഈശ്വർ മൽപ്പയ്ക്ക് അത്തരത്തിലൊരു സംശയം ഉണ്ടാകാനും ഇടയാക്കിയത്. ഏതായാലും അദ്ദേഹം പറയുന്നത് അത് ജില്ലാ ഭരണകൂടമാണ് അതിന് സ്ഥിരീകരണം നൽകേണ്ടത്. തനിക്ക് അത്തരത്തിലൊരു സംശയമുണ്ട്. അടിത്തട്ടിൽ നിരവധി വസ്തുക്കൾ ഇത്തരത്തിൽ ഉണ്ട്. ഇപ്പോൾ ഇന്ന് നടത്തിയ തെരച്ചിലും അത് തന്നെയാണ് അടിവരയിടുന്നത്. കാരണം ഈ സ്കൂട്ടർ ഉൾപ്പെടെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ അർജുന്റെ വാഹനത്തിന്റെ തടിക്കഷ്ണങ്ങളും അത്രയും ദൂരത്തേക്ക് ഇപ്പോൾ എത്തിയതായും ഇന്ന് നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും